بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1620 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير ما يجادل في آيات الله إلا الذين كفروا ولا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്ത് ഗാഫിർ, അതിന്റെ തുടക്കത്തിൽ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയാണ് നമ്മൾ ഇന്നലത്തോടുകൂടി സൂറത്ത് സുമറിലെ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് പുതിയ സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. 85 ആയത്തുകളാണ് സൂറത്ത് ഗാഫിറിലുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച 85 ആയത്തുകളുള്ള ഈ സൂറത്തിന് വേറെ ഒരു പേര് കൂടി പ്രസിദ്ധമായ വിധത്തിൽ തന്നെ ഉപയോഗത്തിലുണ്ട്. അത് അൽ മുഅ്മിൻ എന്നതാണ്. അൽ മുഅ്മിൻ. ഈ 2 പേരുകളും ഈ സൂറത്തിലെ ആയത്തുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗാഫിർ എന്നത് 3-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിലുള്ള ഒരു പദമാണ്. ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദി തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ എന്ന ആയത്തിലെ ആദ്യത്തെ പദമാണ് ഗാഫിർ എന്നത്. പുറത്തു കൊടുക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗാഫിറു ദംബ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണമായിട്ടാണ്, ഒരു വിശേഷണമായിട്ടാണ് ആ പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ അൽ മുഅ്മിൻ എന്ന പേര് ഈ സൂറത്തിന് വരുന്നത്
അത് സൂറത്തിലെ മറ്റൊരു ആയത്ത് 28-ാമത്തെ ആയത്തില് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറഔൻ, ഫിറഔന്റെ കൂട്ടത്തില്, ഫിറഔൻ പ്രഭൃതികളുടെ കൂട്ടത്തിൽ പെട്ട ഒരാള്, അയാള് റജുലുൻ മുഅ്മിനാണ്, വിശ്വാസം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ, വിശേഷിച്ച് മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ നിർണായകമായ സത്യസാക്ഷ്യത്തിന്റെ അനിവാര്യത രൂപപ്പെട്ടു വന്ന ഒരു ഘട്ടത്തില് ഫിറഔൻ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഫിറൗനെ പിന്തുണക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവാവ്, ഒരു മനുഷ്യൻ മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം മൂസ അലൈഹി ഇസ്ലാമിനെ തള്ളിക്കളയുന്നവരായി, അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്കും നടപടിക്രമങ്ങളിലേക്കും ഒക്കെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫിറൗന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് വിശ്വാസം ഉൾക്കൊണ്ട് സത്യസാക്ഷ്യത്തിന് സന്നദ്ധനായി രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരാളെ പരാമർശിക്കുകയാണ് ഈ സൂറത്തിലെ 28-ാമത്തെ ആയത്തില്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറഔൻ എന്ന് തുടങ്ങുന്ന ആ ആയത്തില് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദം മുഅ്മിൻ എന്ന പദമാണ് ഈ സൂറത്തിന്റെ തലക്കെട്ടായിട്ട്. അൽ മുഅ്മിൻ എന്ന തലക്കെട്ട് അല്ലെങ്കിൽ പേര് ഈ സൂറത്തിന് ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള അതിന്റെ സ്രോതസ് അതാണ്. 3-ാമത്തെ ആയത്തിലെ ഗാഫിർ എന്ന വാക്കിൽ നിന്നാണ് ഈ സൂറത്തിന് ഗാഫിർ എന്ന പേരും വന്നിട്ടുള്ളത്. ഇത് രണ്ട് പദങ്ങളും ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഗാഫിറു ദംബ് എന്നിടത്തും അതുപോലെ റജുലുൻ മുഅ്മിനുൻ എന്നിടത്തും അലിഫ്ലാം ഇല്ലാതെയാണ് രണ്ട് വാക്കുകളും ഉള്ളത്. വ്യാകരണപരമായ ആവശ്യത്താലാണ് ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അലിഫ്ലാം ഇല്ലാത്ത വിധത്തിൽ ആ പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ സൂറത്തിന്റെ പേര് സ്വീകരിക്കപ്പെട്ടപ്പോൾ സൂറത്ത് ഗാഫിർ എന്നാണ്, അലിഫ്ലാം ചേർക്കാതെയാണുള്ളത്. എന്നാൽ മുഅ്മിൻ എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടപ്പോൾ അവിടെ അലിഫ്ലാം ചേർത്തുകൊണ്ടുമാണുള്ളത്. അപ്പൊ രണ്ട് നാമങ്ങളിലായിട്ടാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഒന്ന് അൽ മുഅ്മിൻ എന്നതാണ്, മറ്റത് ഗാഫിർ എന്നാണ്. സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ. അപ്പോ ഈ രണ്ട് പേരുകളും പ്രചാരത്തിലുണ്ട്. നമ്മൾ സാധാരണ മുസ്ഹഫുകളിൽ, വിശേഷിച്ച് സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മുസ്ഹഫുകളിൽ ഇത് ഗാഫിർ എന്ന പേരിലാണ് രേഖപ്പെടുത്തി കാണുന്നത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. കൃത്യമായിട്ട് മക്കയിൽ ഏത് ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് ഹദീസുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്രോതസ്സുകളിലോ ഒന്നും പറയുന്നില്ല. എന്നാൽ ഇതിന്റെ ഉള്ളടക്കം നമുക്ക് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച്, അവതരണ സന്ദർഭത്തെക്കുറിച്ച് ഒരു നല്ല ധാരണ തരുന്ന വിധത്തിലുള്ളതാണ്. രണ്ട് വിധത്തിലുള്ള തിരിച്ചടികളാണ് അല്ലെങ്കിൽ പ്രതികൂലമായ പ്രതികരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണത്തിന് ആ ഘട്ടത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ഒന്ന്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ വികലമാക്കി അത് കേൾക്കാൻ ആളുകൾ അവസരം ഉണ്ടാവാതെ പോകണം എന്ന നിലക്ക് ബഹളമുണ്ടാക്കി അതിനെ എതിർക്കുകയും അത് ആശയക്കുഴപ്പമുള്ള ഒരു സംഗതിയാക്കി തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കൊണ്ടുപിടിച്ച ശ്രമം മക്കയിലെ അനുവാചക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അതാണ്.
വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം അവരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ വളരെ വികലമാക്കി മാറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് വേണ്ട വ്യക്തതയോടുകൂടി ആളുകൾ കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി അതിനെ ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അത് ആളുകൾ ശരിയായ വിധത്തിൽ കേട്ട് മനസ്സിലാക്കുന്നതിനെ തടയാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അതിനു വേണ്ടിയുള്ള ആലോചനകളും ശക്തിപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ ചിലതൊക്കെ നടക്കുകയുണ്ടായ ഒരു സന്ദർഭമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ സൂറത്ത് പരാമർശിക്കുന്നത് കാണാം. അതില് രണ്ടാമത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു സംഭവം ചരിത്ര സ്രോതസ്സുകളിൽ പരാമർശിക്കപ്പെടുന്നത് ഈ സൂറത്തിന്റെ അവതരണവുമായി ബന്ധമുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നത്, മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. അപ്പൊ നമുക്കിതിന്റെ അവതരണ പശ്ചാത്തലത്തെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഇത് ഉള്ളടക്കം നൽകുന്ന സൂചനയിൽ ഞാൻ പറഞ്ഞ പോലെ മക്കയിലെ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ രണ്ടു തരം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ വളരെ തുടക്കഘട്ടത്തിലല്ല ഈ സൂറത്തിന്റെ അവതരണം. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് ജനങ്ങൾക്ക് ഇടയിൽ അതൊരു സംസാര വിഷയമായി മാറി എതിർപ്പ് ശക്തിപ്പെട്ടു വന്ന, അത് കുറച്ച് കാഠിന്യം ഉള്ളതായി മാറിയ ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നത് മനസ്സിലാക്കാൻ പറ്റും. എതിർപ്പിന്റെ രണ്ട് മുഖങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന്, എല്ലായിടങ്ങളിലും ബഹളമുണ്ടാക്കി, വാഗ്വാദങ്ങൾ ഉണ്ടാക്കി, തലതിരിഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച്, അതുപോലെ വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച്, ഖുർആൻ ആയാത്തുകളെ വേണ്ട വിധത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയം, സന്ദേഹമൊക്കെ ഉണ്ടാക്കുക. അതുപോലെ ഈ ചോദ്യങ്ങളും അവർ ഉന്നയിച്ച വിഷയങ്ങളും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അതിന് വിശദീകരണം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും തളരാൻ വരെ കാരണമാകുന്ന വിധത്തില് അതൊരു ഏർപ്പാടാക്കി മാറ്റിയിരിക്കുകയാണ്. നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിൽ പരാമർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഇതാണ് എതിർപ്പിന്റെ ഒരു മുഖം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതിനു വേണ്ട ഗൂഢാലോചനകളും ഒക്കെയാണ്. അതില് പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന ഒരു സംഭവം അബ്ദുല്ലാഹിബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. ആ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ പെട്ടെന്ന് ഉഖബത്ത് ബിനു അബീ മുഅയ്ത്ത് എന്ന പേരുള്ള ഒരാള്, ഉഖബത്ത് ബിനു അബീ മുഅയ്ത്ത്, ശത്രുക്കളുടെ കൂട്ടത്തിലെ പ്രമുഖനായ ഒരാള്, ഉഖബത്ത് ബിനു അബീ മുഅയ്ത്ത് പെട്ടെന്ന് അവിടെ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തില് മുണ്ടിട്ട് മുറുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു മുണ്ട് ഇടുകയും എന്നിട്ട് അത് മുറുക്കാൻ വേണ്ടി മുണ്ട് മുറുക്കിക്കൊണ്ട് അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഓടിയെത്തുന്നതും
ഉഖബത്തിനെ തള്ളി മാറ്റുന്നതും അയാളുമായി ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. ആ ഘട്ടത്തില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉഖബത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ നാഥൻ, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, എന്ന് പറഞ്ഞതിന്റെ പേരിൽ താൻ ഒരാളെ കൊല്ലുകയാണോ എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉഖബത്തിനോട് ചണ്ട അല്ലെങ്കിൽ ഏറ്റുമുട്ടല് നടത്തുന്ന ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യം. ഇബ്നു ഹിഷാമിന്റെയും അതുപോലെ നസായി, അബി ഹാത്തിം, ഇബ്നു അബി ഹാത്തിം പോലെയുള്ള ആദ്യകാല ചരിത്രകാരന്മാരുടെ സ്രോതസ്സുകളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന സൂചനകൾ. അപ്പോ ഇത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് മക്കയിൽ എതിർപ്പ് ശക്തിപ്പെട്ടു വന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ മക്കയിലെ 13 വർഷക്കാലത്തെ നമ്മളൊരു 2, 3, 4 ഘട്ടങ്ങളായി തിരിക്കുകയാണെങ്കിൽ അതില് മൂന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഘട്ടമായിട്ട് ഈ സൂറത്തിന്റെ അവതരണം നടന്ന ആ സമയത്തെ പരാമർശിക്കാൻ സാധിക്കും. ഏകദേശമുള്ള ഒരു ധാരണയാണ്, നമുക്ക് ഈ സൂറത്തിന്റെ ഉള്ളടക്കം വെച്ചുകൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു ധാരണയാണ്. അപ്പോ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചും ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പരാമർശങ്ങൾ വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സൂറത്തില് വളരെ ആഴമുള്ള ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങളാണ്, പല നിരീക്ഷണങ്ങളും ഒക്കെയായിട്ട് ഈ സൂറത്തിൽ നൽകപ്പെടുന്നത്. ഈ വധശ്രമത്തിനുള്ള ആ സംഭവം പരാമർശിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം, അതാണ് ഈ സൂറത്തിന് അൽ മുഅ്മിൻ എന്ന പേര് വരുന്നതിന് കാരണമായ ചില ആയത്തുകൾ ഞാൻ സൂചിപ്പിച്ചു. അതിൽ പരാമർശിക്കപ്പെടുന്ന റജുലുൻ മുഅ്മിനുൻ എന്ന വ്യക്തിയുടെ ആ ചരിത്ര പരാമർശം ഇതിൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അയാൾ ഫിറൗന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനം, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം ആ വിശ്വാസം വെളിപ്പെടുത്തിയിട്ടില്ല, ന്യായം പറയുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ ഫിറൗനും സമൂഹവും ഒക്കെ തിരിയുന്നതിനെതിരിലുള്ള ന്യായങ്ങൾ നിരത്തുകയാണ് വിശ്വാസം ഉൾക്കൊണ്ട എന്നാൽ അത് വെളിപ്പെടുത്താതെ നിലകൊണ്ട ആ വ്യക്തി ചെയ്യുന്നത്. അപ്പോ ഇതില് ഈ സംഭവം വിവരിക്കുന്നതില് വലിയ പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് സത്യനിഷേധികളോട് അവര് ഈ സംഗതിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങള് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന നിലക്ക് പറയുന്ന സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾക്കുമായിട്ട് നൽകപ്പെടുന്ന ചില നിർദ്ദേശങ്ങളും അതിൽ ചില ഗുണപാഠങ്ങൾ അവർക്കായിട്ട് അതിൽ നിർദ്ധാരണം ചെയ്ത് നൽകപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു മൂന്നാമതൊരു കക്ഷിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു വിഭാഗം മക്കയിലുണ്ടായിരുന്നു. ഈ 3 വിഭാഗങ്ങളും മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രവർത്തന ഘട്ടത്തില് ഈജിപ്തില് അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിലും ഉണ്ടായിരുന്നതാണ്. ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, അവർക്ക് മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നത് ബോധ്യമാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരത് പറയാനോ പ്രഖ്യാപിക്കാനോ അതിനെ പിന്തുണക്കാനോ ഒന്നും സന്നദ്ധമായിട്ട് രംഗത്ത് വരുന്നില്ല. അവര് ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി കേവലം കാഴ്ചക്കാരായി നിലകൊള്ളുകയാണ്. അപ്പോ ഈ 3 തരം ആളുകള് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദർഭത്തിലും ഉണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം നടത്തിയപ്പോ അതിനെ
ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എതിർക്കുകയും ബഹളുണ്ടാക്കുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അവ്യക്തതയുള്ളതാക്കി മാറ്റുകയും അതിന് ചോദ്യങ്ങൾ ചോദിച്ചും സംശയങ്ങൾ രേഖപ്പെടുത്തിയും ഒക്കെ അത് സംബന്ധമായ ആശയക്കുഴപ്പം ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കായികമായി നേരിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചതിപ്രയോഗത്തിലൂടെയൊക്കെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതികരണം. ഈ രണ്ട് സംഗതികളും നടത്തിക്കൊണ്ടിരുന്ന മക്കയിലെ സത്യനിഷേധികൾ. അവർക്കാണ് ഈ സംഭവങ്ങളുടെ വിവരണത്തിൽ ഒരു വലിയ പാഠം, അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അല്ലാഹു ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമാണ്. ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് ചില പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളാണ് വേറെ ചില ആയത്തുകളിൽ ഈ സംഭവ വിവരണത്തിൽ വരുന്നത്. ഈ സമാനമായ സാഹചര്യം മൂസ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ഘട്ടത്തില് ഈജിപ്തിന്റെ പശ്ചാത്തലത്തിലും ഉണ്ട്. മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തെ പിന്തുണക്കുന്ന സത്യവിശ്വാസികളായ ആളുകളും അവർക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ ആ സംഭവത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന അവർക്കുള്ള ഗുണപാഠങ്ങൾ, ആ ചരിത്ര സംഭവത്തിൽ മക്കയിലെ ആളുകൾക്കുള്ള ഗുണപാഠവും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. മൂന്നാമത്തേതാണ് ഈ നിലപാട് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ, എന്നാൽ സത്യം ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, അതിനെ പിന്തുണക്കാനോ അതിന്റെ കൂടെ നിൽക്കാനോ പല കണക്കുകൂട്ടലുകളും കാരണമായിട്ട് സന്നദ്ധരാവാതെ മാറി നിൽക്കുന്ന, കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകൾ. അവര് കാര്യമൊക്കെ അറിയാം അവർക്ക്, പക്ഷെ അവര് സത്യസാക്ഷ്യത്തിന് സന്നദ്ധരായിട്ട് രംഗത്ത് വരുന്നില്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യ നിർവഹണ ഘട്ടത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും, മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അല്ലെങ്കിൽ ഈജിപ്തിലെ ഫിറഔൻ പ്രഭൃതികളുടെ ഭാഗത്ത് നിന്നുണ്ടായ എതിർപ്പിന്റെ പശ്ചാത്തലത്തില് ആല് ഫിറഔനിൽ തന്നെ പെട്ട ഒരാള് സത്യസാക്ഷ്യത്തിന് രംഗത്ത് വന്ന ഒരു കാര്യമൊക്കെ പരാമർശിക്കുന്ന ഈ കാര്യത്തിലും നമുക്ക് സമാനതകളാണ്. ഈ സമാനതകൾ ഉള്ളത് കൊണ്ടാണ് മക്കയിലെ ആളുകൾ അത് കേൾപ്പിക്കുന്നതും അവരുടെ ഓരോരുത്തരുടെയും നിലപാടും പൊസിഷനും ഒക്കെ ഇക്കാര്യത്തില് എന്താണ് എന്നത് അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിൽ ഈ കാര്യങ്ങൾ അല്ലാഹുവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരം ക്രൂരത, അദ്ദേഹത്തെ കൊന്നുകളയാനുള്ള നിങ്ങളുടെ ആലോചന, അതിന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇത് നിങ്ങളുടെ കഴിവിന്റെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ, ആൾബലത്തിന്റെ ഒക്കെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ മുതിരുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കാളും ഒക്കെ കേമനും ശക്തനും ഒക്കെ ആയിരുന്ന ഒരാളാണ് ഫിറോവൻ. ഫിറോവിന്റെ അടുക്കിലേക്കാണ് നാം നമ്മുടെ ദൂതൻ മൂസ അലൈഹി ഇസ്ലാമിനെ അയക്കുകയുണ്ടായത്. മൂസായെ വകവരുത്താൻ ഫിറോവിനും കൂട്ടരും വലിയ ശ്രമം നടത്തുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ലോകത്തെ അടക്കി വാഴുന്ന ഒരു അധികാരിയായിട്ട് പോലും മൂസ അലൈഹി ഇസ്ലാമിനെ തളർത്താനോ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തി ഇല്ലാതാക്കാനോ അദ്ദേഹത്തെ കൊന്നുകളയാനോ ഒന്നും അയാൾക്ക് സാധിച്ചിട്ടില്ല, ഫിറോവിന് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ കാര്യത്തിലും ഫിറോവിൻ എന്ത് അനന്തരഫലമാണോ ഏറ്റുവാങ്ങിയിട്ടുള്ളത്, അതുപോലെയൊക്കെയുള്ള അനന്തരഫലം ഏറ്റുവാങ്ങാൻ തന്നെയാണോ നിങ്ങളും മുതിർന്ന് രംഗത്ത് വരുന്നത് എന്ന ഒരു പരോക്ഷമായ ചോദ്യമാണ് മക്കയിലെ കുഫാറുകളോടായിട്ട്
ഈ സൂറത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശിഷ്യന്മാരുടെയും കാര്യത്തിൽ അവര് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രയത്നങ്ങളുടെ ആദ്യഘട്ടത്തില്, വളരെ തുടക്കത്തിലല്ല, എതിർപ്പ് ശക്തിപ്പെട്ടു വന്ന ആ ഘട്ടത്തില് അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ മാത്രമല്ല, ദൈവിക സന്ദേശവുമായിട്ട് രംഗത്ത് വന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, വധശ്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ഒരു സാഹചര്യമാണല്ലോ അത്. അപ്പൊ ഈ സന്ദർഭത്തില് നിങ്ങൾ ഏതൊരു മഹത്തരമായ ആദർശം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അക്കാര്യത്തില് ആ ദൗത്യം നിർവഹിക്കുന്നതിൽ നിങ്ങൾക്കുള്ള പിൻബലം നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആളുകളുടെ എണ്ണമോ ഒന്നുമല്ല. നിങ്ങൾക്കുള്ള പിൻബലം നിങ്ങളുടെ രക്ഷിതാവാണ്, നിങ്ങളുടെ റബ്ബാണ്. അവനാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ എന്നല്ല, ഭൂമുഖത്ത് നിങ്ങൾക്കെതിരെ രംഗത്ത് വരാനുള്ള ഇടയുള്ള മറ്റാരെക്കാളും ശക്തനാണ്. അവൻ അജയ്യനാണ്. അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട്, അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പിന്തുണ ലഭിക്കും. നിങ്ങൾ സ്വന്തം കർത്തവ്യങ്ങളിൽ മുഴുകിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിൽ വ്യാപൃതരാവുക. നിങ്ങൾ നേരിടേണ്ടി വരുന്ന എതിർപ്പും ശത്രുതയും ഒന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ജാഗ്രത ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ ദൗത്യ നിർവഹണത്തിൽ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് നിലകൊള്ളണം എന്നാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനോടും അനുയായികളോടുമായിട്ട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അവര് പറയേണ്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. വിചാരണയുടെ നാളിൽ വിശ്വാസമില്ലാത്ത അഹങ്കാരികളിൽ നിന്ന് ഞാൻ എന്റെയും നിങ്ങളുടെയും നാഥനിൽ അഭയം തേടുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. ഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ നിലകൊള്ളുകയായിരുന്ന സത്യവിശ്വാസികളും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബിക്കും. ഞാന് ശരണം തേടുന്നു, ശരണം തേടിയിരിക്കുന്നു എന്റെ റബ്ബില്. അവൻ തന്നെയാണ് നിങ്ങളുടെ റബ്ബും. അത് തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾ ശത്രുപക്ഷത്താണ് നിലകൊള്ളുന്നതെങ്കിലും എന്റെ റബ്ബ് തന്നെയാണ് നിങ്ങളുടെയും റബ്ബ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇന്നി ഉഅ്തു ബിറബ്ബി റബ്ബിക്കും. എന്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ശരണം തേടുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ, എല്ലാ അഹങ്കാരികളിൽ നിന്നും. ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. അഹങ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം ഇതാണല്ലോ, വിചാരണയുടെ നാളിൽ വിശ്വാസമില്ല എന്നതാണ്. വിചാരണയുടെ നാളിൽ കൃത്യമായ ബോധ്യവും വിശ്വാസവും ഉള്ള ഒരാൾക്ക് അഹങ്കാരിയാവാൻ കഴിയില്ല. അയാള് യാഥാർത്ഥ്യബോധമുള്ളവനും സത്യം ഉൾക്കൊള്ളുന്നവനും വിനയമുള്ളവനും അതുപോലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ബോധമുള്ളവനുമായിരിക്കും. കിബ്റ് കാണിക്കാൻ സാധിക്കുക യൗമുൽ ഹിസാബിൽ വിശ്വാസമില്ലാത്തവർക്ക് മാത്രമാണ്. കാരണം ഇവിടത്തോടെ എല്ലാം കഴിഞ്ഞു എന്നാണ് അവൻ കരുതുന്നത്. അപ്പൊ യൗമുൽ ഹിസാബിൽ വിശ്വാസമില്ലാത്ത എല്ലാ അഹങ്കാരികളുടെയും ദുഷ്ടതകളിൽ നിന്നായിട്ട് ഞാൻ എന്റെയും നിങ്ങളുടെയും റബ്ബിൽ ശരണം തേടുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ആപത്തുകളെ വകവെക്കാതെ അവയെ കൂസാതെ കർമ്മനിരതനാവാനാണ് അള്ളാഹു ഇവിടെ നൽകുന്ന നിർദ്ദേശം. തീർച്ചയായിട്ടും ദൈവിക സഹായം വന്നെത്തും. അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡാവണ്ട. അത് അള്ളാഹുവിന്റെ ചുമതലയാണ്. അത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം അവൻ നിർവഹിച്ചുകൊള്ളും. ഇന്നലത്തെ
ഫിറോൻ നേരിട്ടത്, ചരിത്രത്തിലെ ഫിറോൻ നേരിട്ട ഒരു സംഭവം അതുപോലെ ഇന്നത്തെ ഫിറോൻ നേരിടുകയില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണ്ട. ചരിത്രത്തിൽ ഒരു ഫിറോന് വലിയ ആഖിബത്ത് നേരിടേണ്ടി വന്നുവെങ്കിൽ നിങ്ങളുടെ സമകാലിക ഘട്ടത്തിൽ നിങ്ങൾ നേരിടുന്ന ഫിറോന്മാരും സമാനമായ ദൈവിക തിരിച്ചടി നേരിടേണ്ടവരായി തന്നെയാണുള്ളത്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുമതലകളിൽ നിരതരാവുക എന്നതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടെയുള്ള വിശ്വാസികൾക്കും നൽകപ്പെടുന്ന നിർദ്ദേശം. മൂന്നാമത്തെ വിഭാഗത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്താണ് ശരി, അദ്ദേഹം പറയുന്നതാണ് യാഥാർത്ഥ്യം, നിഷേധികൾ അക്രമികളാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ആളുകളാണ് അവർ. പക്ഷെ അവർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ മൗനം പാലിച്ചു നിൽക്കുകയാണ്. ഈ സത്യവും അസത്യവും തമ്മിൽ നടക്കുന്ന ഈ സംഘട്ടനം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശക്കളിയാണ്. ഇത് പറയുമ്പോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആദർശപാതയിലുള്ള പോരാട്ടത്തിന്റെ രംഗങ്ങളായിരിക്കും ചില ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അത് കാഴ്ചക്കാരായിട്ട് അതിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് അതൊരു തമാശ മാത്രമായിട്ടേ തോന്നുകയുള്ളൂ. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യം ഉയർത്തിപ്പിടിക്കാനും ദൈവിക ദൗത്യം നിർവഹിക്കാനും രംഗത്തു വന്ന ആളുകൾ അവര് നേരിടേണ്ടി വരുന്ന തിരിച്ചടി അവരെ സംബന്ധിച്ചിടത്തോളം ആദർശപാതയിലുള്ള വലിയ കടമ്പകളാണ്. അത്തരം കടമ്പകൾ നേരിടേണ്ടി വരുമ്പോ അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോ അതിന്റെ ഭാഗമായിട്ട് തിരിച്ചടികൾ നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിൽ അകപ്പെടുകയോ തടവറയിൽ കഴിയേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോ ഈ സാഹചര്യങ്ങളെ ഒന്നും ആദർശത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഒരു വീക്ഷണഗതിയിലൂടെ നോക്കിക്കാണാതെ സത്യം ഒരു പറയുന്നതൊക്കെയാണ് എന്നാൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കാതെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്ന പല ആളുകളും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സാഹചര്യങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട്. അവര് ഇതൊരു തമാശയായിട്ടാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും ആദർശപാതയിലെ അനുഭവങ്ങളെ തമാശയായിട്ട് കാണുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റേതായാലും അദ്ദേഹത്തിന്റെ അനുയായികളുടേതായാലും പിൽക്കാലത്ത് ആ ആദർശ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ കാര്യത്തിലായാലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആദർശപരമായ ആ പ്രയാണം നിർവഹിക്കുന്നതിനിടയിൽ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതിനെ അവരാരും തന്നെ മനോവിഷമത്തോടുകൂടി നോക്കിക്കാണുന്നവരല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചില ത്യാഗങ്ങൾ അനുഭവിക്കുന്നു എന്നതില് ഒരു കരാറ് പൂർത്തീകരണമാണ് അവർ കാണുന്നത്. അതില് സംതൃപ്തിയും സന്തോഷവുമാണുള്ളത്. അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലാർഹമാവുന്ന കർമ്മങ്ങളായിട്ട് അംഗീകരിക്കപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ. പക്ഷെ അത്തരം സാഹചര്യങ്ങളെ കേവലമായ ഒരു സാമ്പത്തികമായ കൂട്ടിക്കിഴിക്കലുകളുടെയോ കണക്കുകൂട്ടലുകളുടെയോ ഒക്കെ മാത്രം വീക്ഷണഗതിയിലൂടെ നോക്കി കണ്ടുകൊണ്ട് അവയെ നിസ്സാരമായ ഒരു തമാശയായിട്ട് കാണുന്ന പല ആളുകളും ഉണ്ട്. അവര് പേരിന് വിശ്വാസത്തിന്റെ വഴിയിലുള്ളവരൊക്കെ ആയിരിക്കും. അവര് നിലകൊള്ളുന്ന സംഘം പലപ്പോഴും മുസ്ലിം മേൽവിലാസമുള്ളവരൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അവര് വീക്ഷണഗതിയില് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയോ ഗൗരവ സ്വഭാവമോ ഇല്ലാതെ ആദർശപരമായ നിലപാടില്ലാതെ ഇതിനെ കേവലം തമാശയായിട്ട് നോക്കിക്കാണുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ആളുകളുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ വിഭാഗത്തെ
പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വേറെ ചില കാര്യങ്ങൾ. അപ്പൊ അവരോട് പറയുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: നിങ്ങളുടെ മൗനം, നിങ്ങളുടെ നിസ്സംഗത, നിങ്ങളുടെ നിഷ്ക്രിയത്വം, ഇതൊക്കെ അക്രമത്തിന്റെ മുന്നിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, അത് ആ നിലപാട് തന്നെ വലിയ അനീതിയാണ്, വലിയ ദുൽമാണ്. നിങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുകയാണ്, നിങ്ങൾ നിസ്സംഗത പാലിക്കുകയാണ്, നിഷ്ക്രിയരാവുകയാണ്. പക്ഷെ വലിയ ദുൽമ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുക എന്നത് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ദുൽമാണ്, അക്രമമാണ്, അനീതിയാണ്. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർത്തവ്യനിരതരായിട്ട് നിങ്ങൾ വരണം എന്നതാണ്. പക്ഷെ നിങ്ങൾ നിസ്സംഗരാവുകയാണ്, കാഴ്ചക്കാരായിട്ട് നിലകൊള്ളുകയാണ്. മൂസ അലൈഹി ഇസ്ലാം ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരുന്നപ്പോ ഫിറൗനും കൂട്ടരും അദ്ദേഹത്തെ വധിക്കാൻ മുതിർന്നപ്പോൾ അദ്ദേഹത്തിന്റെ രാജസദസ്സില്, ഈ ഫിറൗന്റെ രാജസദസ്സില് തന്നെയുള്ള ഒരു സച്ചരിതനായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധനായ ഒരാള് മൂസ അലൈഹി ഇസ്ലാമിനോട് ചെയ്യുന്ന ദ്രോഹത്തെ തടയാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അത് നിങ്ങൾ ചരിത്രത്തിൽ കാണുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്കൊക്കെയും അതിൽ വലിയ മാതൃക ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നിസ്സംഗരായി, നിഷ്ക്രിയരായി മാറി നിൽക്കുകയാണ്, കാഴ്ചക്കാരായി മാറുകയാണ്. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ ആ വ്യക്തി മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ദൗത്യ നിർവഹണ ഘട്ടത്തിൽ ഫിറോവിന്റെ മുന്നിൽ സത്യം വിളിച്ചു പറയാൻ സന്നദ്ധനായി ഫിറോവിന്റെ പക്ഷത്ത് നിന്ന് തന്നെ രംഗത്ത് വന്ന ആ വിശ്വാസം ഉൾക്കൊണ്ട വ്യക്തി, അദ്ദേഹം പറയുന്നത് ഉഫവ്വിലു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാന് അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നു, എന്റെ സകല കാര്യങ്ങളും സംരക്ഷിക്കാൻ എനിക്ക് കഴിയും, ഞാനത് ചെയ്യും, അതിനാണ് ഞാൻ ഏറ്റവും വലിയ പ്രയോറിറ്റി നൽകുക എന്നൊന്നും പറയാനല്ല ആ മനുഷ്യൻ സന്നദ്ധനായത്. എന്റെ സുരക്ഷിതത്വം തന്നെ, എന്റെ താല്പര്യങ്ങള്, എന്റെ ക്ഷേമം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് എന്നാണ് ആ മനുഷ്യൻ പറയുകയുണ്ടായത്. പ്രലോഭനങ്ങള് ധാരാളം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് അത്തരം പ്രലോഭനങ്ങളെയൊക്കെ തട്ടിമാറ്റി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ സന്നദ്ധനായിക്കൊണ്ട് ആ മനുഷ്യൻ രംഗത്ത് വന്നത്. പക്ഷെ ആ മനുഷ്യനെ എന്തും ചെയ്തു കളയാൻ ഫിറോവിന് സാധിക്കുമെന്നാണ് നമ്മൾ കരുതുക. നമ്മുടെ ഇതൊക്കെ പോലെയുള്ള സാഹചര്യത്തില് മിണുങ്ങിക്കളയും എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് മിണുങ്ങിക്കളഞ്ഞോളണം എന്നില്ല. ഫിറോവിന്റെ ആ സംഘത്തിൽ നിന്ന് സത്യവിശ്വാസ മാർഗത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ആ മനുഷ്യന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുകയായിരുന്നു. അയാളെ യാതൊരു നിലക്കും ദ്രോഹിക്കാൻ ഫിറോവിനോ അനുയായികൾക്കോ സാധിക്കുകയുണ്ടായില്ല. അപ്പൊ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര വിശദാംശങ്ങൾ നമുക്ക് ആ ബന്ധപ്പെട്ട ആയത്ത് പഠന വിധേയമാക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാം. സത്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി മക്കയില് പല തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയായിട്ട് തൗഹീദിലും ആഖിറത്തിലും ഊന്നിക്കൊണ്ടുള്ള തെളിവുകൾ ഈ സൂറത്തിൽ അള്ളാഹു നിരത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം, ആ ജീവിതപാത അല്ലെങ്കിൽ ആദർശപാത, ഇത് അവിടെ രൂപപ്പെട്ടു വന്ന രണ്ട് പക്ഷമാണല്ലോ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും അതിനെ നേരിടുന്നവരുമായ. അവർക്കിടയിലുള്ള ആദർശപരമായ ഒരു വേർതിരിവിന്റെ, ഒരു ഫുർഖാന്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു ഈ സൂറത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ തെളിവും പിൻബലവും ഒക്കെ സത്യത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ സത്യനിഷേധികളുടെ ഭാഗത്ത് അവര് നിലകൊള്ളുന്ന അല്ലെങ്കിൽ അവർ ഉയർത്തി കാണിക്കുന്ന ആ ആദർശത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് പിൻബലമായിട്ട് യാതൊരു തെളിവും അവർക്ക് അവതരിപ്പിക്കാനില്ല.
അവരുടേത് കേവലം അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമാണ്, വടംവലിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിച്ചാൽ തങ്ങളുടെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു പോകും, അത് നിലനിർത്താൻ കഴിയുകയില്ല എന്ന കണക്കുകൂട്ടല് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നതും നേരിടുന്നതും ഒക്കെ. നബിയെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കുക തന്നെ വേണം, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും മർദ്ദന പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ നിഷ്ഫലമാക്കി മാറ്റണം. ഇതൊക്കെയാണ് അവര് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സംഗതികൾ. അപ്പൊ ഈ സൂറത്തിന്റെ അവസാനത്തിലായിട്ട് ഈ വിധത്തില് ഭൗതിക താല്പര്യങ്ങളുടെ പേരിൽ, അധികാര താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ അവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നിഷേധികൾക്ക് ആവർത്തിച്ചുള്ള താക്കീതുകൾ ഈ സൂറത്ത് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് തർക്കിക്കരുത് എന്ന് അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് തദബ്ബുർ ചെയ്യുകയാണ് വേണ്ടത്, ആലോചനയുള്ളവരായി മാറുകയാണ് വേണ്ടത്. എന്നിട്ട് ആലോചനയിലൂടെ, തദബ്ബുറിലൂടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാണ് അവർ ശ്രമിക്കേണ്ടത് എന്നാണ് അവരോട് പറയുന്നത്. പൂർവിക സമൂഹങ്ങളെ തേടി എത്തിയിട്ടുള്ള ദുരന്തം, ആഖിബത്ത്, അതുപോലെയുള്ളത് നിങ്ങളെയും തേടിയെത്താൻ നിങ്ങളുടെ ഈ നിഷേധ നിലപാട് കാരണമാകും. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതിനേക്കാൾ ഭവിഷ്യത്തുണ്ടാകാൻ ഉള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ദുഷിച്ചതായ ഫലമായിരിക്കാം. അതുകൊണ്ട് ദൈവിക നടപടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കാൻ മുതിർന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല, ആ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതുമല്ല എന്നുകൂടി ഈ സൂറത്തിന്റെ അവസാനത്തിലായിട്ട് നിഷേധികൾക്ക് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ 85 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച ഈ സൂറത്തിന്റെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ് ഇന്ന് ഞാൻ നടത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.